ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ രാഹുലിനാണ്. രാഹുലിന് പക്ഷേ തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിപ്പോൾ ഞാൻ രണ്ടാമത് കൂടി ഇത്രയും ചോദ്യങ്ങൾ അതിൻ്റെ മറുപടി ഒരു ബ്രീഫായിട്ട് പറയാൻ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഒന്ന് ബ്രോഡായി പറഞ്ഞിട്ട് വേറെ കൊണ്ടല്ല. ഞാൻ ശ്രീ പ്രവീൺ പരമേശ്വരൻ, ഞങ്ങൾ തോട്ട്സ് അക്കാഡമി എന്നാണ് കമ്പനിയുടെ പേര്. ഞങ്ങളിപ്പോൾ ഗവൺമെന്റിന്റെ ASAP എന്നൊരു പ്രൊജക്ട് ഉണ്ട്. 6:30 അവിടെ എത്താന്ന് പറഞ്ഞാണ് ഓമജിയോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ 7 അവിടെ ഒന്ന് എത്തണം എന്നുള്ളത് നല്ല ചോദ്യങ്ങളാണ്, വെരി റെലവെന്റ് ആൻഡ് വാലിഡ് ക്വസ്റ്റ്യൻസ്. ചിലതൊക്കെ കൈയക്ഷരം കാരണം വായിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ഇന്റലിജന്റ് ഡിസൈനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യം. ഒരുപക്ഷെ ഞാൻ കേൾക്കാനില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തോടും പേഴ്സണലിലെ ചോദ്യം. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന വ്യക്തി തന്നെ, ആ വ്യക്തിയെ തന്നെ എടുക്കാം, ഐൻസ്റ്റീനെ നമുക്ക് മാറ്റി വെക്കാം. അദ്ദേഹം ഇന്റലിജന്റ് ഡിസൈൻ എന്ന ആശയം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ഒരു മറുപടി പറയേണ്ട കാര്യം അല്ല. വളരെ നന്നായി. അതെ, എളുപ്പമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോ അല്ല, റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നതിനെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തെ അല്ല. ശരി, അല്ല ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. അപ്പോ അല്ല, ഈ കാര്യം നിങ്ങൾ ഫുള്ളായി ഇതിൽ കാണുമ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് അഭിപ്രായം കേൾക്കാം. അതുകൊണ്ട് എന്റെ ആർഗ്യുമെന്റ് ഇതാണ്. എന്റെ ആർഗ്യുമെന്റ് ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ള ഒരുപാട് ആംഗിളിൽ നമുക്ക് ദൈവത്തെ അല്ലെങ്കിൽ ദൈവം എന്ന ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാം. ദൈവം എന്ന പ്രപ്പോസ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തർക്കം നല്ലൊരു പ്രപ്പോസിനെ സപ്പോർട്ട് ചെയ്യാം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു, അദ്ദേഹം അതിന്റെ ഫ്ലോസ് പറഞ്ഞു. തിയോളജി എന്ന് പറയുന്നവരുണ്ട്, കുറച്ച് പ്രിമൈസ് ബ്ലൈൻഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടോ ഉള്ളതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്റെ ആർഗ്യുമെന്റ് പ്രൈമർലി ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ളതാണ്.